ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് നമ്മുടെ അക്ബർ ഇന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അക്ബറിന് പണിഷ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വേണമെങ്കിൽ ഇതൊരു പണിഷ്മെന്റ് ആണെന്ന് പറയുകയും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് അപ്ഡേറ്റ്സ് ചെയ്യുന്നത്. കാരണം ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുമെന്ന് അറിയാം. പുറത്തുള്ള ഒത്തിരി ആൾക്കാർ എപ്പിസോഡ് കാണാൻ പറ്റാത്തവരുണ്ട്. അതായത് ലാലേട്ടൻ വന്നു, അത്യാവശ്യം നല്ല വഴക്ക് അക്ബറെ പറയുന്നുണ്ട്. അക്ബറുടെ ആ ഒരു അഗ്രഷൻ, ആ ഒരു ദേഷ്യം അത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അക്ബർ നല്ല എന്റർടൈനർ ഒക്കെയാണ്. പക്ഷെ ദേഷ്യപ്പെടുന്ന സമയത്ത് മൂപ്പര് ചാർജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര പ്രശ്നമാണത്. ഭയങ്കര ഒഫൻസീവാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു വിഷ്വൽസ് ഒക്കെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അക്ബറുടെ പാതി ജീവൻ പോയി. എന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകാൻ പറയുന്നു. അക്ബർ കൺഫെഷൻ റൂമിൽ എത്തുമ്പോൾ അവിടെ ആദ്യം കേൾക്കുന്ന ഉമ്മയുടെ ശബ്ദമാണ്. ഇത് ബിഗ് ബോസിന്റെ ഒരു ഒരു മെന്റൽ ഗെയിം തന്നെയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അക്ബർ അങ്ങ് പൊട്ടി. ഉമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഒരു കാര്യം പറഞ്ഞു. ദേഷ്യം കുറയ്ക്കണം. വീട്ടിലത്തെ ആളെ പോലേ അല്ല അവിടെ. അതായത് ഇവർക്കൊക്കെ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വിചാരം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വഴക്കുണ്ടാക്കേണ്ട, പൊട്ടിത്തെറിക്കേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആവശ്യത്തിനേ എല്ലാം പാടുള്ളൂ. അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയില്ലേ. അക്ബറിനൊക്കെ ഒരുപാട് കഴിവുള്ള ഒരാളാണ്. പക്ഷെ അത് ഈ ദേഷ്യം വരുമ്പോൾ ഈ ദേഷ്യപ്പെടുന്നതിന് ഒരു പരിധി വെക്കണം. അപ്പോഴാണ് അത് കാണാനും ഒരു ഭംഗിയും ഒറിജിനാലിറ്റിയും ഒക്കെ ഉള്ളത്. അധികം അങ്ങായി പോയി കഴിഞ്ഞാൽ പോയി കയ്യിന്ന്. അക്ബറിന് സംഭവിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഉമ്മയുടെ ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ അക്ബറിന് ഒരു ഒരു എന്താ പറയുക, തിരുത്താനുള്ള ഒരു അവസരം നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു പണിഷ്മെന്റുമാണ്. ഉമ്മ തന്നെയാണ് പറയുന്നത് ദേഷ്യം കുറയ്ക്കണം. അതും ഭയങ്കര സ്നേഹത്തോടെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ആ സങ്കടപ്പെട്ട് വിതുമ്പിക്കൊണ്ട് ഉമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ അത് ഒരർത്ഥത്തിൽ ഒരു പണിഷ്മെന്റും കൂടിയാണ് അക്ബറിന് കിട്ടുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് ആ ഒരു ടോപ്പിക്ക് ഇന്ന് എപ്പിസോഡിൽ ലാലേട്ടൻ അത് ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തവണ കൊള്ളാം. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ലാലേട്ടൻ വന്ന് കുറേ 5 ചാട്ടം ചാടി ഷൗട്ട് ചെയ്യുന്ന ലെവലിലോട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല. ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും വളരെ കൺട്രോൾഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയാൽ മതി. പക്ഷെ പറയേണ്ടതെല്ലാം പറയേണ്ടതുപോലെ എല്ലാ ടോപ്പിക്കുകളിലേക്കും എത്തുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഓഡിയൻസിന്റെ വാക്കിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ഒരു സീസണായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.